ഇതാ നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ വണ്ടി ജുപ്പിറ്ററാണ്. കണ്ടോ, ഈ ജുപ്പിറ്റർ എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നിടുന്നത്. കീ ഇട്ടു, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിങ്ങനെ ഇരിക്കുകയാണേ. വണ്ടി നീങ്ങുന്നുണ്ടോ? ഇല്ല. ഇതാ ആക്സിലേറ്റർ കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി നീങ്ങത്തുള്ളൂ മുന്നോട്ട്. ആക്സിലേറ്റർ കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി നീങ്ങത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വണ്ടി നീങ്ങുന്നുണ്ടോ? ഇല്ല. പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനിയും കണ്ടാണേ, ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബ്രേക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ബ്രേക്ക് ഇങ്ങനെ മുറുക്കി പിടിച്ചു. ബ്രേക്ക് മുറുക്കി പിടിച്ച് ഞാൻ പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട്. ഞാൻ 27 വീഡിയോ നമ്മുടെ SRW സ്കൂളിൻ്റെ എല്ലാ അതിൽ ടൂ വീലറിനെ പറ്റി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഇത് അല്പം കൂടി വിശദമായിട്ട് പറഞ്ഞിരുന്നത്. കണ്ടോ, ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്താൽ എത്ര കൊടുത്താലും വണ്ടി നീങ്ങത്തില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ബ്രേക്ക് പിടിച്ച് അതൊക്കെ ആക്സിലേറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബ്രേക്ക് പിടിച്ച് കണ്ടോ, അതൊക്കെ ആക്സിലേറ്റർ പേപ്പർ കണത്തിൽ ആക്സിലേറ്റർ കൂട്ടുക കുറയ്ക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ആക്സിലേറ്ററിൻ്റെ ആ മൂവ്മെൻറ്റ്സ് നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കാതെ ചുമ്മാതെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ മുന്നേ കൊടുത്താൽ വണ്ടി അങ്ങ് കുതിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പേടി കളഞ്ഞിട്ട് പറയുന്ന പോലെ 1 by 1 ആയിട്ട് ഓരോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇത് കണ്ടോ, പതുക്കെ ആക്സിലേറ്റർ കൊടുത്തു ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ആക്സിലേറ്ററിൻ്റെ ആ മൂവ്മെൻറ്റ് മനസ്സിലായതിന് ശേഷം നമുക്ക് പതുക്കെ ഇതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കയറിയിരുന്നുണ്ട്. ഇങ്ങനെ കയറിയിരുന്ന് ഇത് കണ്ടോ, ഇങ്ങനെ കയറിയിരുന്നതിന് ശേഷം സ്റ്റാൻഡ് തട്ടണം കേട്ടോ. സ്റ്റാൻഡ് തട്ടാൻ എല്ലാവരും മറന്നു പോകും. ചില കുഞ്ഞുങ്ങൾ മറന്നു പോകുന്നില്ല. അത് മറന്നുപോലെ ഒരു കാരണവശാലും മറന്നുപോലെ. അതുപോലെ തന്നെ ഹെൽമെറ്റ് വെക്കണം. ഇപ്പോൾ ഈ ഗ്രൗണ്ടിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ എടുക്കുന്നത് കേട്ടോ. റോഡിൽ കൂടെ ആകുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ചിൻ സ്ട്രാപ്പ് ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട്. ഹെൽമെറ്റ് വെച്ച് ചിൻ സ്ട്രാപ്പ് മുറുക്കിയിടണം. കാരണം ജസ്റ്റ് ഒരു തട്ടുകയോ മുട്ടുകയോ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മറിഞ്ഞ് വീഴേണ്ടി വന്നാൽ ചിൻ സ്ട്രാപ്പ് ലൂസായിട്ട് കിടന്ന തലേന്ന് അങ്ങ് ഊരിപ്പോയി നമുക്ക് അപകടം ഉണ്ടാകും. ചിൻ സ്ട്രാപ്പ് മുറുക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീണാലും നമുക്ക് തലയിൽ നിന്നും മുട്ടുകയോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അതിനാ പറയുന്നത് ഹെൽമെറ്റ് വെച്ചതിന് ശേഷം ചിൻ സ്ട്രാപ്പ് മുറുക്കി ഇടണം എന്ന് പറഞ്ഞിട്ട് കാര്യം ഇതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോണേ, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതാ കണ്ടോണേ, ഇത് കണ്ടോണേ, നമുക്കുണ്ടോ ലെഫ്റ്റിലേക്ക് കാല് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക. അതുപോലെ റൈറ്റിൽ കാലും ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കുത്തിയതിന് ശേഷം ഇതേ കണ്ടോ പതുക്കെ ബ്രേക്കിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത ശേഷം പതുക്കെ ആക്സിലേറ്ററിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതേ കണ്ടോ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ കേട്ടോ. ആക്സിലേറ്റർ കൊടുക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ആക്സിലേറ്റർ കൊടുക്കുന്ന വളരെ ശ്രദ്ധിക്കുക. ആക്സിലേറ്റർ പേപ്പർ കണക്കിൽ കൊടുക്കാൻ പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആക്സിലേറ്റർ കൊടുക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ ടൂ വീലർ പഠിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോണേ, ഇതെങ്ങനെ പതുക്കെ പോവുക കണ്ടോ, പതുക്കെ ഇങ്ങനെ പോവുക, ഇങ്ങനെ പതുക്കെ പോവുക കണ്ടോ, ഇങ്ങനെ പതുക്കെ പോവുക ഇതുണ്ട്, ഇങ്ങനെ പോവുക, ഇതുണ്ട് പോവുക, ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നിങ്ങൾ കണ്ടോ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് ടൂ വീലർ ഓടിച്ച് പഠിച്ചേക്കുക. നമ്മൾ റൈറ്റിലേക്ക് കൂടി ഇതുപോലെ തന്നെ കാല് കുത്തി ഓടിക്കുക കേട്ടോ. ലെഫ്റ്റിലേക്ക് ഓടിച്ചതിന് ശേഷം തിരിച്ചും ലെഫ്റ്റും റൈറ്റും നമ്മളൊന്ന് ഓടിച്ചൊന്നൊരു ഹാൻഡിൽ ബാലൻസ് ആകാനായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങനല്ലേ ഓടിച്ചേ, ഞാൻ ഇപ്പം തിരിച്ച് ഓടിക്കാം കണ്ടോണേ. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് തിരിച്ച് ഇങ്ങനെ കണ്ടാണേ കണ്ടോ. ഉണ്ടോ, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയാനകത്ത്. ഇപ്പോൾ ആക്സിലേറ്ററും ബ്രേക്കും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ടൂ വീലറിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കാനായിട്ട് പഠിച്ചതിന് ശേഷം
പിന്നീട് നമുക്കെല്ലാം മനസ്സിലാകാം. കാരണം ഇതിൻ്റെ സിഗ്നലും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈസിയാന്നേ, ഇല്ല നമുക്ക് സിമ്പിൾ ഓടിച്ച് പഠിക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഓടിച്ചതിന് ശേഷം ഉണ്ട്. പിന്നെ കുറച്ച് നമുക്കൊരു നമുക്ക് നമ്മുടെ കൈ വണ്ടി നിൽക്കുന്നുള്ളൊരു ബാലൻസ് ആണ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതിനുശേഷം തന്നെ അതൊക്കെ തന്നെ ഇങ്ങനെ ഓടിച്ചാൽ കൊണ്ടോ തന്നെ നമ്മൾ രണ്ട് കാല് പോലെ കണ്ടോ കണ്ടോ, രണ്ട് കാലും ഇങ്ങനെ ഒരുപോലെ കണ്ടോ നമ്മൾ കയറ്റി ഇങ്ങനെ വെച്ചോളും. ആ ബാലൻസ് ആയി കഴിയുമ്പോഴത്തേക്കുണ്ടോ ഏത് ഘട്ടനകത്തും എവിടെയാന്ന് പോയി വേണമെങ്കിലും കണ്ടോ ഓടിക്കാൻ പറ്റും. ബാലൻസ് ആവാതെ ഒന്നും പറ്റത്തില്ല. ഇത് പ്രാക്ടിക്കലായി നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഓടിച്ച് മനസ്സിലാക്കുക. ഉണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ, അല്ലെ എന്നെ വിളിക്കുകയോ ചെയ്താൽ ഞാൻ നിങ്ങളുടെ ഡൗട്ടുകൾ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കേ, ബൈ.